ഞാനെന്ത് ലക്ഷണം പറഞ്ഞിട്ടില്ല വേലായുധേട്ടാ. ആ ഗോവിന്ദന്റെ മെമ്പറൊക്കെയാ പിന്നെ കീരി. എല്ലാരും കൂടെ പറഞ്ഞപ്പോ ഞാനൊന്ന് ചിരിച്ചു കൊടുത്തതാ, അത്രേ ഉള്ളൂ. പെങ്ങളെ പറ്റി തോന്നിയ പറഞ്ഞ ചിരിച്ചു വേണം. മാപ്പ് വേലായുധേട്ടനാണ് സത്യം. വേലായുധ പ്രാന്തെടുത്തിട്ട് കണ്ണ് കണ്ടോലെ മുഴുവൻ ഓടിച്ചിട്ട് തല്ലിയ. നിങ്ങളെ മോളെ പേരും പറഞ്ഞ ഇപ്പൊ ഒരു കല്യാണം മുടങ്ങിയിട്ടേ ഉള്ളൂ. അതൊരു കാലത്ത് നടക്കാണ്ടാവണ്ടെങ്കിൽ വേഗം വന്ന് പിടിച്ചിട്ട് പോന്നോളി. എന്റെ ഈശ്വര, ഇവനെ കൊണ്ട് തോറ്റു. നീ കൂടെ ചെല്ലടാ. കുമ്പക്കാരടിക്ക് പാട്ട് പാടുന്നൊരു തണ്ടാരം മാമന്റെ മോള്. ആരുമില്ല അകത്ത്. ഇയാളിത് എവിടെ പോയി? ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് നീയൊക്കെ എന്തോ കുന്താടാ നേടുന്നത്? അയ്യോ വേലായുധ കൊല്ലാൻ പറഞ്ഞേ. അയ്യോ അയ്യോ വേലായുധനോട് ചൊരിക്കുന്ന നേരമല്ലടാ. നഷ്ടപ്പെടാൻ വേലായുധന് സ്വന്തമായിട്ടൊരു പായം തലാണിയും തന്നെ ഉള്ളൂ. എന്നെ പറ്റി എന്ത് വേണോ പറഞ്ഞോ. ഒരു പാവപ്പെട്ട കുടുംബത്തിനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്ന നായ്ക്കളെ? ആ സാധു കേളപ്പേട്ട നിങ്ങളോടൊക്കെ എന്ത് ദോഷമാ ചെയ്ത്? ജോസഫ് രക്ഷപ്പെട്ടു. മട്ടാഞ്ചേരിന്നോ കുറ്റിച്ചെറിയെന്നോ പപ്പനെയോ കുപ്പനെയോ ആരേത് ചറങ്ങോടാ. ഇതിൽ ആളുകളെ പോലെ നേരെ തല്ലി തോപ്പിക്കടാ വേലായുധനെ. ഇപ്പഴങ്ങോട്ട് പോവണ്ട മെമ്പറെ, വേലായുധന് ഭ്രാന്തളകി നിക്ക. അയ്യോ, മുമ്പിൽ ചെന്ന് പെട്ടവർക്കൊക്കെ കണക്കിന് കിട്ടിയിട്ടുണ്ട്. വേലായുധനെ നിങ്ങൾ പേടിച്ചാ മതി, കുറുപ്പിന് അങ്ങനൊന്നില്ല. വേലായുധൻ വേലായുധന് കേളപ്പേട്ട പെമ്മക്കളുമായിട്ട് എന്താ കുറിപ്പ് പറഞ്ഞേ? വേലായുധ, നിന്റെ കളി എന്നോട് വേണ്ട. സൂക്ഷിച്ച്, എന്റെ ആരോഗ്യം അടിക്കല്ലേ. എന്റെ തകരാറാ. പിടിച്ചോണ്ട് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. അവനെ വിടാൻ. ഇവനെ ഒന്നും വിടാൻ പാടില്ല കേളപ്പേട്ട. ഇവനൊക്കെ മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ചു തന്നെ ജാതിയാ. കേളപ്പേട്ട മക്കളുമായിട്ട് വേലായുധൻ എന്താണ് ബന്ധം? എന്റെ മോൾക്ക് കല്യാണം ഉണ്ടാക്കി തരാൻ പറഞ്ഞോ ഞാൻ നിന്നോട്? നീ ആരാ എന്റെ? അവര് പറയുന്നതിലാണോ? 12ാമത്തെ വയസ്സിൽ തുണി നനച്ചിട്ടൊരു ബന്ധം, അതും പറഞ്ഞ് ഇനി മേലാൽ നീ എന്റെ വീടിന്റെ പടിക്കകത്ത് കയറി പോരുത്. ഇനിയും സഹായിച്ചു ഉപദ്രവിക്കല്ലേ വേലായുധ. ഒരു വയസ്സന്റെ അപേക്ഷ. ഇതിപ്പോ ആൾക്കാർ ഓരോന്നിങ്ങനെ പറഞ്ഞു വെക്കുന്ന ഇന്നും ഇന്നലെ ഒന്നുമല്ല. അവന്റെ കൂട്ടും കൂടി നടക്കുമ്പോ കേളപ്പൻ ആലോചിക്കണ്ടേ കെട്ടിക്കാൻ പ്രായമായ ഒരു പെങ്കൊച്ചു വീട്ടിലുള്ള കാര്യം? അതിന് നാട്ടുകാരെ തല്ലിട്ടെന്താ? അവനെ പിടിച്ച് പ്രാന്താശുപത്രിയിലാക്കി ചങ്ങലക്ക് ഇടുക വേണ്ടത്. വേലായുധനെ പറ്റി ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് നിന്റെ തലേന്ന് വരുന്ന ബുദ്ധിയാന്ന് എനിക്കറിയാം. കേട്ടില്ലേ? 24 മണിക്കൂറും കള്ളും കുടിച്ച് ചേർന്ന പ്രാന്താവാണ്ടിരിക്കോ? മൂക്കിലതായ രോമം കിളുത്തെന്ന് ചാണാവില്ലടാ. ചുണയുണ്ടായി നേരെ ആണുങ്ങളെ പോലെ തല്ലി തോപ്പിക്കടാ. നീ ജയിച്ച വേലായുധം മുള്ളം കൊല്ലി വിട്ടു പോകും. ഇറങ്ങി വേടാ. നീ ചെന്ന് അവനെയും കൊണ്ട് വിളിക്കേ. എന്നാ ഞാൻ ഈ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങാം. നേരായേ അങ്ങോട്ട് കയറി വന്ന് നിന്റെ ചെകിട്ട് അടിച്ചു തിരിക്കാൻ വേലായുധൻ അറിയാഞ്ഞിട്ടല്ല. ഈ അക്കന്റെ കൈ കൊണ്ട് വിളമ്പി തന്ന ചോറ് ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ഉണ്ടിട്ടുള്ളതാ ഞാൻ. അതുകൊണ്ടാ നിന്നോട് അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. വരില്ല വരില്ല. വേലായുധൻ ചങ്ക് തേർന്നിരിക്കുക. ഇപ്പൊ എന്നാ ശരിയാവില്ല. പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു പോകും. വല്യമ്പ്യാരെ അക്കനെ കരയിക്കാൻ വയ്യ വേലായുധന്. അക്കൻ അറിയോ എന്നോട് വീടിന്റെ പടി കയറെന്ന് പറഞ്ഞു കേളപ്പേട്ടൻ. ഞാൻ തെറ്റ് ചെയ്തിട്ടാ? അക്കൻ അറിയുടെ വേലായുധൻ ഇല്ലേ? ഞാൻ പോവാ. വേലായുധ ആരോടും നെറുകേട് കാണിക്കില്ല. വല്യമ്പ്യാരോട് അക്കനെ പറഞ്ഞാ മതി. ഞാൻ പോവാ. പിന്നെ വേലായുധനില്ലേ ഇവിടെ? ഉണ്ട്, ഉറക്ക. ഞാൻ വിളിക്കാം. അണ്ണാ, അണ്ണാ, അണ്ണാ.
ഉറക്കത്തിൽ പേടിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേടി? ദേ വല്യമ്മയാര്. അയ്യോ, നീ നാട്ടുകാരെ മുഴുവനും തല്ലി തോൽപ്പിക്കുക, എന്നെ ഓടി തോൽപ്പിക്കുകയാണല്ലോ. അതാ വെളുപ്പിനെ നേരെ ഇങ്ങ് പോകുന്നത്. കാലത്തെ പല്ല് തേക്കുന്ന പതിവുണ്ടോ? ഉണ്ട്. എടോ പൊണ്ണ, എന്തോ? ആളുകളെ സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ സഹായം ചോദിച്ചു വരുന്നവരെ മാത്രമേ സഹായിക്കാവൂ. അല്ലെങ്കിൽ സഹായമാണെന്ന് കരുതി ചെയ്യുന്നത് ചിലപ്പോൾ ഉപദ്രവമായിരിക്കും. രാജാവായിക്കോ വേണ്ടെന്നല്ല, 100 മില്ലി ചാരായം അകത്ത് ചെല്ലുമ്പോഴേ നിനക്ക് രാജാവാണെന്ന് തോന്നുന്നുള്ളൂ. അതാ കുഴപ്പം. ആദ്യം കുന്നുമേൽ ശാന്തര അവിടെയുള്ള കിടപ്പ് മാറ്റേ, എന്നാൽ തന്റെ ചീത്തപ്പേര് കുറെ മാറി കിട്ടും. എന്താ, പറ്റുമോ? പറ്റും. മോളെ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക്. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ അനുസരിക്കോ അതോ തന്നെ തല്ലി തോൽപ്പിക്കേണ്ടി വരുമോ? മോരുമെള്ളം പോരെ? ആ, നന്നായി. ആ, നല്ല മോര്. എന്നാ കുടിച്ചോ, ഇന്നലത്തെ കെട്ടിറങ്ങാൻ നല്ലതാ. കേളപ്പൻ അറിയാലോ, ഗോപിനാഥൻ വരുന്നത് വരെ പുതുശ്ശേരി വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വേലായുധനായിരുന്നു. കാലത്തെ എൻ്റെ കൂടെ നടക്കാൻ പോലും, പാടത്തെയും പറമ്പിലെയും കാര്യങ്ങളൊക്കെ നോക്കും. ഒന്നും അങ്ങോട്ട് പറയണ്ട, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. ഒരു നല്ല കാര്യസ്ഥൻ. അന്ന് അത്രേ ഞാനവനെ കണക്കാക്കിയിരുന്നുള്ളൂ. പക്ഷേ അവന്റെ മനസ്സിൽ ഒരച്ഛന്റെ സ്ഥാനമായിരുന്നു എനിക്ക്. നമ്മളൊക്കെ കരുതുന്നതിലും എത്രയോ വലിയ സ്ഥാനത്താടോ അവൻ നമ്മളെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഇതുവരെ അറിയാതെ പോയി. ഇപ്പോ കണ്ടിട്ടും കണ്ടില്ല എന്ന് ഭാവിച്ചാൽ അത് വലിയ തെറ്റായിപ്പോ. അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അവൻ പുറത്തു നിൽപ്പുണ്ട്. മേലാലി വീടിന്റെ പടി കയറുന്ന താൻ പറഞ്ഞതുകൊണ്ട് അവൻ വേലിക്ക് പുറത്തു നിൽക്കുക. ആ കിളപ്പാ, ഞാൻ പറഞ്ഞ കാര്യം രണ്ടാളും നന്നായിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തുക. എന്താ നാരായണിയമ്മേ? ഓ, പാടോ. ആ, കേളപ്പേട്ടൻ എന്താ പറഞ്ഞേ? നീ തെങ്ങിന്റെ പൂക്കുലയോ കുരലോ ഏതാണ്ട് വാറ്റി വെള്ളത്തിന്റെ അടിയിൽ എവിടെയോ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ അത്? ഇങ്ങതാ. ഇത്രേ ഉള്ളോ അതോ വേറെ കുപ്പിയുണ്ടോ? ഇത്രേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നു പോയി. എന്നാ കുടിക്കേ, ഞാനൊന്ന് കാണട്ടെ. എന്താ വേണ്ടേ? എന്നാ ഞാൻ കുടിക്കട്ടെ. തെങ്ങിന്റെ കുരല് മാറ്റിയതാ വല്യമ്പേരെ. നിന്നെ നന്നാക്കി ശ്രീരാമചന്ദ്രനാക്ക് കയ്യിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ കേളപ്പനും നാരായണിക്കും വാക്ക് കൊടുത്തതാ. നാളെ മുതൽ നിനക്ക് കള്ളുപിടിയും തല്ലും പിടിയും ഒന്നുമില്ല. നീ ലീലയെ കല്യാണം കഴിക്കാൻ പോവാ. അവള് കൊച്ചല്ലേ വല്യമ്പേരെ? നീ കാരണം ഉണ്ടായ സങ്കടത്തിന് അതേ ഉള്ളൊരു പരിഹാരം. വാസുട്ടാ, വേലായുധൻ ഒരു കുപ്പി കൂടെ വേണം. എന്ത് കൂടിയത്? ഇന്നത്തേക്ക് ഇത്രയും മതി. വേണ്ട, വേലായുധനെ ഉപദേശിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. അത് നിന്റെ മുഖത്തെ ആ മീശയൊക്കെ നന്നായിട്ടൊന്ന് കിളുകട്ടെ. എന്താ കുണ്ടായി സാ? ബോധം പോകും മുമ്പേ ഷാപ്പിൽ നിന്ന് പോണം, അതാ ചട്ടം. മോനെ വാസുട്ടാ,
ഇന്നത്തോടെ വേലായുധേട്ടൻ കുടി നിർത്തുക. നീ ഒരു കുപ്പിയും കൂടെ എടുത്തോണ്ട് വാ. ഇത് ഒടുക്കത്തെ കുടിയാ. കുടി നിർത്തുകയാണെന്ന്. വേലായുധേട്ടന് എന്താ പറ്റിയത്? ഇനി കുണ്ടായസത്തിനൊന്നുമില്ല. കള്ളുപൊടിയും തല്ലും പൊടിയും ഒക്കെ നിർത്തുകയാന്ന്. വേലായുധേട്ടന് ഭയങ്കര അലിവാ. ഇതൊക്കെ അതിന്റെ. അത് ഞാൻ ഒരു കുപ്പിയുടെ തരാം, ഇനി ചോദിക്കരുത്. ഇങ്ങനെ കുടിക്കണമെങ്കിൽ കള്ളുകൂടി നിർത്തേണ്ടി വരില്ല. കള്ളും തല്ലൂല്ലേ വേലായുധേട്ടനെ പിന്നെ എന്തിനു കൊള്ളാന്ന്. അതൊക്കെ പോട്ടേട്ടാ, വിട്, മറന്നുകളാ. മറക്കാൻ അതിന് ഓർത്തു വയ്ക്കാൻ വേറൊന്നുമില്ലല്ലോ. വല്യമ്പ്യാരും കേളപ്പേട്ടനും നീയൊക്കെ അല്ലേ ഉള്ളോടാ വേലായുധേട്ടന്. വല്യമ്പ്യാര് പറഞ്ഞ പോലെ നാളെ തൊട്ട് ശ്രീരാമേന്ദ്രനാവാൻ തീരുമാനിച്ചു. ശ്രീരാമേന്ദ്രനോ? അതാര്? ആ, നിനക്കറിയാൻ വഴിയില്ല. പണ്ട് ഈ മുള്ളംകൊല്ലി ഭരിച്ചിരുന്ന ഒരു രാജാവാ. ഓ